بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാലാമത്തെ പാഠത്തിലെ പ്രധാനപ്പെട്ട ആശയം എന്താണ്? ഫിക്രത്തുൻ റായ എന്നാണ് പാഠത്തിന്റെ പേര്, അല്ലേ? മനോഹരമായ ആശയം എന്നർത്ഥം. നല്ലൊരു ആശയം. എന്താണ് നല്ല ആശയം? ഒരു ദിവസം ഒഴിവ് ദിവസം കിട്ടിയപ്പം സഹോദരന്മാരായ സാലിമും ഷാക്കിറും എന്ത് ചെയ്യാണ്? സംസാരിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിക്കുകയാണ്. അപ്പോ എന്തു പറയും? നൽഅബു ബിക്കുറത്തിൽ ഖദം, നമുക്ക് ഫുട്ബോൾ കളിക്കാം എന്ന് പറയും. മാ റഅയ്യുക, എന്താ നിന്റെ അഭിപ്രായം? അപ്പം ഷാക്കിർ പറയും നഅം, ഓക്കെ, നമുക്ക് കളിക്കാം. പക്ഷേ ഐനൽ ഖുറ, എവിടെയാണ് ബോൾ ഉള്ളത്? അപ്പൊ സാലിമ് ലാ അദ്രി, എനിക്കറിയില്ല. മാദാ സനഫ്അലു, പിന്നെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ബോൾ എവിടെയാണെന്ന് അറിയില്ലല്ലോ, അപ്പൊ പിന്നെ കളിക്കാൻ പറ്റൂല, പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? അപ്പൊ എന്തു പറയും? ഷാക്കിർ ചോദിക്കും, ഹൽ തുഹിബ്ബു ലുഅബത്തൻ അലൽ ഇന്റർനെറ്റ്, നിനക്ക് ഇന്റർനെറ്റിൽ കളിക്കാൻ ഇഷ്ടാണോ എന്ന് ചോദിക്കും. ഇപ്പൊ സാലിം പറയും ലാ ലാ ഉഹിബ്ബുഹ, ഇല്ല, അതെനിക്ക് ഇഷ്ടമില്ല എന്ന് പറയും. ഷാക്കിർ ചോദിക്കും, ഹൽ തുഹിബ്ബു ഇത്ആമത് തുയൂർ, പക്ഷികളെ തീറ്റിക്കുന്നത് നിനക്ക് ഇഷ്ടാണോ? പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടാണോ എന്ന് ചോദിക്കുമ്പം സാലിം പറയും നാം നാം, ആ ആ ആ അത് പറ്റും. ഹാദിഹി ഫിക്ര റായ, അത് നല്ലൊരു ആശയമാണ്. കൈഫ നുത്ഇമു, എങ്ങനെയാ നമ്മൾ ഭക്ഷണം കൊടുക്കുക? പക്ഷികളെ എങ്ങനെയാ തീറ്റിക്കുക? അപ്പൊ എന്ത് ചെയ്യും? ഷാക്കിർ പറയും നൻഷുറു റുസ്സ അലൽ അർള്, നൻഷുറു റുസ്സ അലൽ അർള്, നമ്മള് അരി ഭൂമിയിൽ വിതറും. ഫതഅതി തുയൂർ, അപ്പോ പക്ഷികൾ വരും. അപ്പൊ സാലിം ചോദിക്കും മയഅതി ബിർറുസ്, ആരാ അരി കൊണ്ടുവരിക? ഷാക്കിർ പറയും ഹയ്യ വാ നഅതി ബിഹി മഅൻ, നമുക്ക് ഒന്നിച്ച് പോയിട്ട് അരി കൊണ്ടുവരാം. വനുത്ഇമുഹ, എന്നിട്ട് അത് തീറ്റിക്കാം, പക്ഷികൾക്ക് കൊടുക്കാം, അല്ലെ? അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിക്രത്തുൻ റായ എന്ന എന്താണ് ഇപ്പൊ നല്ല ആശയം? വെറുതെ ഒഴിവ് കിട്ടുമ്പോൾ ഇന്റർനെറ്റിലൊക്കെ കളിച്ചിരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ, നല്ല രീതിയിലുള്ള കളികളും, അതേപോലെ തന്നെ ഇതിൽ നമുക്കൊരു എന്റർടൈൻമെന്റും ഉണ്ട്, അതേസമയം പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന്റെ പുണ്യവും കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നല്ല ആശയമാണ്. ഇന്റർനെറ്റിൽ കളിച്ചിരുന്നാലോ നമ്മുടെ ആരോഗ്യം കേടുവരും, നമ്മളെ സമയം നഷ്ടപ്പെടും, നമ്മൾ ചീത്തയാവും എന്നല്ലാതെ അതുകൊണ്ട് നമുക്കൊരു ഉപകാരവും ഇല്ല. അത് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കളിയായാലും, ഗെയിം ആയാലും, യൂട്യൂബ് പോലെയുള്ള പിന്നെ പ്ലാറ്റ്ഫോമുകളിൽ ഷോർട്സും വീഡിയോസും ഒക്കെ കണ്ടിരിക്കലായാലും ഒക്കെ എന്ത് തന്നെയാണ്? നമ്മൾ സമയം കളയൽ മാത്രമാണ്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഉപകാരമുള്ളത് എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കണം. ശരി, അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക്, നമുക്ക് പാഠം പഠിച്ചോ എന്ന് നോക്കാം. ഈ പാഠത്തിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ്സ്, അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്നാണ് അതിന് അറബിയിൽ പറയുന്ന പേര്. നമ്മുടെ പാഠപുസ്തകത്തിലെ ആക്ടിവിറ്റീസിൽ അവസാനത്തെ 2 ആക്ടിവിറ്റീസിൽ എന്ത് പറയുന്നുണ്ട്? അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ എന്താണ്, എവിടെയാണ്, ആരാണ്, എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ് പാഠം. അതുപോലെ തന്നെ ഇതിലുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ മുമ്പുള്ള പാഠങ്ങളിൽ വന്നിട്ടുമുണ്ട്, അല്ലെ? ഒന്നാമത്തെ പാഠത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഐന എന്ന് പറഞ്ഞാൽ അർത്ഥം എവിടെ എന്നാണ്. മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്. മാത എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണ്. മാ എന്ന് പറഞ്ഞാലും എന്ത് അല്ലെങ്കിൽ ഏത് എന്നൊക്കെയാണ്. ഹൽ എന്ന് പറഞ്ഞാല് ഉണ്ടോ, ആണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇങ്ങനെ നമുക്ക് ഇതിൽ പഠിച്ചിട്ടുള്ള വാക്കുകളൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതും നമ്മൾ വീണ്ടും പഠിച്ചതുമാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം, നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഒന്ന് ഇതിലിപ്പം നമുക്ക് വേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് അദവാത്തുൽ ഇസ്തിഫാം ഉണ്ട്. ആ അദവാത്തുൽ ഇസ്തിഫാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെയൊക്കെ വിട്ടുപോയത് സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അല്ലേ? ഇതല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഏതാ യൂസ് ചെയ്യേണ്ടത്? ഇവിടെയുള്ള ഓരോ ക്വസ്റ്റ്യന്റെയും ബ്രാക്കറ്റിലുള്ളതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് വേണ്ട. ഓരോ ക്വസ്റ്റ്യന്റെയും ബ്രാക്കറ്റിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട അദവാത്തുൽ ഇസ്തിഫാം ഉണ്ട്. അതെന്ത് ചെയ്ത് കൊടുത്താൽ മതി? നിങ്ങൾ ഓരോ ക്വസ്റ്റ്യന്റെയും ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ ഒന്ന് പെട്ടെന്ന് ചെയ്തോളൂ. എങ്ങനെ ചെയ്യാ? ഓരോന്നൊന്ന് ചെയ്ത് നോക്കി. ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കേട്ടോ. ഓക്കെ,
അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഉത്തരം പറയാൻ പോവാണേ. ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോസ് ചെയ്ത് ചെയ്തിട്ടേ ബാക്കി കേൾക്കാവുള്ളൂ. ഉത്തരം പറയാണ്. ഒന്നാമത്തത് ഉസ്താദുക, നിന്റെ ഉസ്താദ് ഉണ്ടോ, ഏത്, എവിടെ. ഇതിൽ ഏറ്റവും സ്യൂട്ടാവുന്നത് ഏതാണ്? ഐനയാണ്. നിന്റെ ഉസ്താദ് എവിടെ. അപ്പൊ നമ്മൾ പറയും ഉസ്താദി ഫിൽ മദ്രസ, എന്റെ ഉസ്താദ് മദ്രസയിലുണ്ട്, അങ്ങനെ പറയും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചോദിക്കാൻ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയ അദവാത്തുൽ ഇസ്തിഫാമിൽ ഏതാണ്? ഐനയാണ്. അടുത്തത് തദ്ഹബു ഇല സൂഖി, നീ അങ്ങാടിയിലേക്ക് പോകും. മാതാ കൈഫ അല, 3 സാധനങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ അല വെട്ടിക്കളയാം. എന്തുകൊണ്ട്? വെട്ടിക്കളയൊന്നും വേണ്ട, അല നമുക്ക് ഒഴിവാക്കാം. എന്തുകൊണ്ട്? അല ഒരു ക്വസ്റ്റ്യൻ വേർഡ് അല്ല. അദവാത്തുൽ ഇസ്തിഫാം പെട്ടത് അല്ല, അദവാത്തുൽ ഇസ്തിഫാമിൽ പെട്ടത് അല്ല. പിന്നെ മാതാ തദ്ഹബു ഇല സൂഖി, നീ അങ്ങാടിയിലേക്ക് നീ എന്ത് അങ്ങാടിയിലേക്ക് പോകാൻ ഒരു രസമില്ലല്ലോ, ചോദ്യമായിട്ടില്ലല്ലോ അല്ലെ. കൈഫ തദ്ഹബു ഇല സൂഖി, നീ എങ്ങനെയാണ് അങ്ങാടിയിലേക്ക് പോവുക, നീ എങ്ങനെയാണ് ടൗണിലേക്ക് പോവുക. അപ്പൊ അതാണ് അവിടെ ഏറ്റവും ശരിയാകുന്ന ചോദ്യവാചകം, അല്ലെങ്കിൽ എന്താണ് അദവാത്തുൽ ഇസ്തിഫാം. ഇവിടെ കൊടുക്കേണ്ട ഉത്തരം എന്താണ്? കൈഫ തദ്ഹബു ഇല സൂഖി. അടുത്ത ചോദ്യം തക്തുബു, നീ എഴുതുന്നത്. ലാ തക്തുബു, നാൻ തക്തുബു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇതൊന്നും അദവാത്തുൽ ഇസ്തിഫാം അല്ല. പിന്നെ ആകെ ബാക്കിയുള്ളത് മാതയാണ്. മാതാ തക്തുബു, നീ എന്താണ് എഴുതുന്നത്. അടുത്ത ചോദ്യം തുഹിബ്ബു സിബാഹ എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. നീ നീന്തൽ ഇഷ്ടപ്പെടുന്നു. നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഉണ്ടോ എന്നാക്കണം അതിനെ. അപ്പൊ നമുക്ക് ഫീ ചേർത്താലൊന്നും ഉണ്ടോ എന്നുള്ള അർത്ഥം കിട്ടൂല. മാതാ ചേർത്താ ഉണ്ടോ എന്നുള്ള അർത്ഥം കിട്ടുമോ? ഇല്ല. മാതാ എന്താണെന്നല്ലേ അർത്ഥം. അപ്പൊ ഹൽ തുഹിബ്ബു സിബാഹ, നീ എന്ത് ചെയ്യുന്നുണ്ടോ? നീ നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ. ഹൽ തുഹിബ്ബുൽ ഖിറാഅ, നീ വായന ഇഷ്ടപ്പെടുന്നുണ്ടോ. ഹൽ തുഹിബ്ബു ഇത്ആമത് തുയൂർ, നീ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ. ഹൽ തുഹിബ്ബു ലുഅബതൻ അലൽ ഇന്റർനെറ്റ്, നീ നെറ്റിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ. അപ്പൊ ഹൽ തുഹിബ്ബു സിബാഹ, നീ നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ. അടുത്തത് മഅക, നിന്റെ കൂടെ. നിന്റെ കൂടെ ഐനയാണോ ഹല്ലാണോ? രണ്ടും അല്ല അല്ലെ. ഐന മഴക്ക, നിന്റെ കൂടെ എവിടെയാണ്, അങ്ങനെ പറയോ? ഹൽ മഴക്ക, ഹൽ മഴക്ക എന്ന് വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ വേണം അവിടെ, അപ്പോൾ അത് ഫുൾ ആവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും നല്ലത് എന്താണ്? മൻ മഴക്ക, ആരാണ് നിന്റെ കൂടെ ഉള്ളത്. മൻ മഴക്ക, നിന്റെ കൂടെ ആരാണ് ഉള്ളത്. മൻ മഴക്ക, ആരാണ് നിന്റെ കൂടെ ഉള്ളത്. അടുത്തത് നുത്ഇമു, മൻ നുത്ഇമു, നമ്മൾ ഭക്ഷണം കൊടുക്കും എന്നാണ്. മൻ നുത്ഇമു, അത് വേറൊരർത്ഥത്തിൽ ശരിയാണ്, പക്ഷെ നമ്മൾ പഠിച്ചതുപോലെയല്ല അത്. അതുകൊണ്ട് അത് നമുക്കിപ്പം കൊടുക്കാൻ പറ്റില്ല. നഅം നുത്ഇമു എന്ന് പറഞ്ഞാൽ ചോദ്യമായിട്ടില്ല, ഉത്തരമായി പോകും അല്ലെ. അതെ, നമുക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് പറയുമ്പോൾ ഉത്തരമായി പോകും. നമുക്ക് ഇവിടെ ഒരു ചോദ്യം ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഏറ്റവും നല്ലത് കൈഫ നുത്ഇമു, എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുക. കൈഫ നുത്ഇമു. ഇത്രയുമാണ് ഇതിന്റെ ഉത്തരങ്ങൾ വരുന്നത്. നോക്കിയോ? മായിക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തത് ഇതേപോലെ തന്നെ, ഇവിടെയാണ് ആ ഓപ്ഷൻസ് നമുക്ക് ആവശ്യമുള്ളത്. നേരത്തെ നമുക്ക് ഓപ്ഷൻസ് വേണ്ടിയിരുന്നില്ല. ഇവിടെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകളെടുത്ത് ഇവിടെ ഫില്ല് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് ഓരോന്നിൻ്റെതും വിട്ടുപോയിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിവിടെ മുകളിലുണ്ട്, അവിടെ നിന്ന് എടുത്തിട്ടൊന്ന് ഫില്ല് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കേൾക്ക്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞല്ലോ. ഹാലുക്കി, നിന്റെ അവസ്ഥ. നമ്മൾ വളരെ 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 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും എളുപ്പമുള്ള അല്ലേ, കൈഫ ഹാലുക്കി. കൈഫ ഹാലുക്കി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തത് ഇസ്മു അബീക. ഇപ്പൊ ഇവിടെ എന്താ വരിക? നമുക്കറിയാം മാ എന്നാണ് വരിക അല്ലെ. മാ ഇസ്മു അബീക, നിന്റെ ഉപ്പയുടെ പേര് എന്താണ്. മാതാന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, മാ കൊടുത്താൽ മതി. മസ്മു അബീക, മസ്മുക്ക എന്ന് ചോദിക്കും പോലെ മസ്മു അബീക, മസ്മു ഉമ്മിക്ക, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി ബൈത്തുക്ക, നിന്റെ വീട്
എവിടെയാണ്. എവിടെ എന്നുള്ളതിന് എന്താ അറബി പറയാ? ഐന. ഐന ബൈത്തുക. കണ്ടോ, ഐന ഇവിടെ ഇല്ലേ? ഐന ഇവിടെ ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? തുഹിബ്ബു സിബാഹ. നീന്തൽ നീ നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഹൽ എന്ന് ചേർക്കണം. അപ്പൊ നീ നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ? അടുത്തത് ഫീ യദിക. നിന്റെ കയ്യിൽ എന്താണ്? മാതാ ഫീ യദിക. അടുത്തത് യൽഅബു ബിൽ ഖുറ. ആ ബോൾ കൊണ്ട് കളിക്കുന്നത് ആരാണ്? ആരാണ് എന്നാ ചോദിക്കേണ്ടത്. അപ്പം മൻ യൽഅബു ബിൽ ഖുറ. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഉത്തരങ്ങൾ വരുന്നത്. ഓക്കെ, ശരിയിട്ടല്ലോ. നിങ്ങൾ എഴുതിയതിൽ ശരിക്ക് ശരിയും തെറ്റിന് തെറ്റും കൊടുത്തല്ലോ. തെറ്റിപ്പോയത് നമുക്ക് എന്ത് ചെയ്യണം? ലാസ്റ്റ് വീണ്ടും ചെയ്ത് നോക്കണം കേട്ടോ. മായിക്കട്ടെ. അടുത്തത് ഹൽ തുഹിബ്ബു. ഇവിടെ നമുക്ക് ജവാബ് എഴുതാനാണ് കേട്ടോ. ജവാബ് എഴുതാന്ന് പറഞ്ഞാൽ എന്താ? ഈ ചോദ്യത്തിന് അറബിയിൽ എങ്ങനെയാണ് നമ്മൾ മറുപടി പറയുക അതാണ് എഴുതേണ്ടത്. അറബി മലയാളത്തിലൊന്നും എഴുതരുത്. അറബിയിൽ എങ്ങനെയാണോ മറുപടി പറയുക ആ മറുപടി എഴുതണം. എന്നാ നിങ്ങളൊന്ന് എഴുതാദ്യം. ഓക്കെ, എഴുതി കഴിഞ്ഞാൽ ബാക്കി കേട്ടോളൂ. ഉത്തരം പറയാണ്. ഒന്നാമത്തത് ഹൽ തുഹിബ്ബു ലുഅബത്തൻ അലൽ ഇന്റർനെറ്റ്. നീ നെറ്റിൽ കളിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ഉത്തരം ലാ. ലാ ഉഹിബ്ബുഹ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലാ ഉഹിബ്ബു ലുഅബത്തൻ അലൽ ഇന്റർനെറ്റ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ പറയാം. ഇനി അല്ലെങ്കിൽ ഹൽ തുഹിബ്ബു എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നഅം ഉഹിബ്ബുഹ എന്ന് പറയാം. നഅം ഉഹിബ്ബുഹ എന്ന് പറയാം, അല്ലെങ്കിൽ ലാ ഉഹിബ്ബു എങ്ങനെയും പറയാം. ഇഷ്ടമാണെന്നും ഇഷ്ടമല്ല എന്നും രണ്ട് രീതിയിൽ നമുക്ക് മറുപടി പറയാലോ അല്ലെ. ശരി. മസ്മുക. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇസ്മി ഫാളിൽ, അല്ലെങ്കിൽ ഇസ്മി മുഹമ്മദ്, അല്ലെങ്കിൽ ഇസ്മി ഡാഷ്. ഇവിടെ ക എന്ന് ചോദിച്ചത് കൊണ്ട് നമ്മൾ ആൺകുട്ടികളെ പേര് എഴുതാൻ പാടുള്ളൂ. നിങ്ങൾ പെൺകുട്ടികളാണെങ്കിലും ചോദ്യത്തിൽ ക എന്നാണുള്ളെങ്കിൽ ആൺകുട്ടീന്റെ പേര് എഴുതണം. ഇനി നിങ്ങൾ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നുള്ളതല്ല, ഇവിടെ ചോദ്യത്തിൽ കീ ആണുള്ളതെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തായിട്ടും എന്ത് എഴുതണം? ഒരു പെൺകുട്ടീന്റെ പേര് എഴുതാൻ പാടുള്ളൂ. ആൺകുട്ടികളോട് ചോദിക്കുമ്പോഴാണ് ക ഉപയോഗിക്കുക എന്നും പെൺകുട്ടികളോട് ചോദിക്കുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുക? കീ ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് അറിയാം. ശരി. ഇനി ഐന മദ്രസത്തു ക. നിന്റെ മദ്രസ എവിടെയാണ്? അപ്പൊ എന്ത് പറയും? മദ്രസത്തി ഫിൽ ഖറിയ എന്ന് പറയാം, എന്റെ മദ്രസ ഗ്രാമത്തിലാണ്. അല്ലെങ്കിൽ ഫിൽ മദീന എന്ന് പറയാം, എന്റെ മദ്രസ പട്ടണത്തിലാണ്. അങ്ങനെയൊക്കെ പറയാം. അപ്പൊ നമുക്ക് ഇവിടെ തൽക്കാലം ഏതെങ്കിലും ഒരു ആൻസർ ഇവിടെ എഴുതി വെക്കാം. നിങ്ങൾ എന്ത് എഴുതിയാലും ശരി തന്നെയാണ്. മദ്രസത്തി ഫിൽ മദീന. ഇനി മാദാ നഫ്അലുൽ യൗം. ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് എന്ത് പറയാം? നൽഅബു ബി ഖുറത്തിൽ ഖദം. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? ഫുട്ബോൾ കളിക്കാം. ബി ഖുറത്തിൽ ഖദം. നൽഅബു ബി ഖുറത്തിൽ ഖദം. നമുക്ക് ഫുട്ബോൾ കൊണ്ട് കളിക്കാം. ഇനി ഐനൽ ഹഖീബ. ബാഗ് എവിടെയാണ്? നമ്മൾ 2ാം ക്ലാസ് എന്നൊക്കെ പഠിച്ചത് തന്നെയാണ് അല്ലെ. അൽ ഹഖീബത്തു. എവിടെയാണ് ബാഗ് ഉണ്ടാവുക? അൽ ഹഖീബത്തു അലത് താവില. അൽ ഹഖീബത്തു അലത് താവില. ബാഗ് എവിടെയാണ്? മേശയുടെ മുകളിലാണ്. മൻ ഹാദിഹി. ഇതാരാണെന്നാ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഹാദിഹി ആയതുകൊണ്ട് എന്ത് പറയാം? ഹാദിഹി ഉമ്മി. ഹാദിഹി ഉമ്മി. ഇതാരാണ്? ഇത് എന്റെ ഉമ്മയാകുന്നു. അപ്പൊ ഇത്രയുമാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരങ്ങളൊക്കെ എഴുതാവുന്നതാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ വേറെയും ഉത്തരങ്ങളൊക്കെ ഉണ്ട്, നോക്കിയിട്ട് എഴുതും. ഇതേപോലെ കുറെ ചോദ്യങ്ങൾ ഇനിയും ഉണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ എഴുതാൻ പഠിക്കണം. വായിക്കട്ടെ. അടുത്ത ചോദ്യം എഴുതാനാണ്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ചോദ്യം. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം വേറെ ഒന്നുമില്ല. ഇതും കൂടെ ചെയ്താൽ കഴിഞ്ഞു കേട്ടോ. ചോദ്യം എഴുതാന്ന് പറഞ്ഞാൽ എന്താ? അപ്പം അൽഹംദുലില്ലാഹ് അന ബിഖൈർ. ഇവിടെ നക്തുബു സുആൽ, നമ്മളോട് ചോദ്യം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പം അൽഹംദുലില്ലാഹ് അന ബിഖൈർ എന്ന് മറുപടി ഉണ്ട്. ഇവിടെ എന്താ ചോദ്യം കൊടുക്കുക? നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. എഴുതി കഴിഞ്ഞു അല്ലെ. ഒന്നാമത്തതിന്റെ ചോദ്യം എന്താ? കൈഫ ഹാലുക്. കൈഫ ഹാലുക്. അപ്പൊ നമുക്ക് ഈ കൈഫ ഹാലുക്കി അല്ലെങ്കിൽ കൈഫ ഹാലുക്ക രണ്ടും ചോദിക്കാം. ആണിനോടാവുമ്പോൾ കാന്നും പെണ്ണിനോടാവുമ്പോൾ കീന്നും പറയും. കൈഫ ഹാലുക്ക് എന്നുള്ള ചോദ്യത്തിന് അൽഹംദുലില്ലാഹ് അന ബിഖൈർ എന്ന് പറയുന്നത് പോലെ വേറെന്തും പറയാം. സൈൻ അൽഹംദുലില്ലാഹ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ച അങ്ങനെയും പറയാം. ഇനി ഇസ്മി ഖദീജ എന്ന് പറയുമ്പോൾ ചോദ്യം എന്തായിരിക്കും? ഇസ്മി ഖദീജ എന്ന് പറയുമ്പോൾ ചോദ്യം എന്തായിരിക്കും? മാ ഇസ്മു കി എന്നായിരിക്കും അല്ലെ. മസ്മു കി. കാ പറയാൻ പാടില്ല. കാരണം എന്താ?
ആണിനോടായി പോകും. ഇവിടെ ഖദീജ ആയതുകൊണ്ട് കി എന്നേ പറയാൻ പറ്റൂ. മസ്മുക്കി. മഴി അഖിൽ കബീർ, എൻ്റെ കൂടെ എൻ്റെ വലിയ സഹോദരനാണ്. അപ്പം എന്ത് പറയും? മൻ മൻ മഅക എന്ന് പറയും. മൻ മഅക. അപ്പം മഴി അഖിൽ കബീർ. ലാ ലൈസ ഇൻദി ദറാജ, ലാ കൊണ്ട് തുടങ്ങുന്നത് എന്തായിരിക്കും? ഹൽ ഹൽ ഇൻദക ദറ, ഹൽ ഇൻദക ദറാജത്തുൻ. ഹൽ ഇൻദക തുടങ്ങും. അങ്ങനെ ഹൽ ഹൽ വെച്ച് തുടങ്ങുമ്പോഴാണ് ലായും നഅമൊക്കെ ആൻസറിൽ വരിക അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? നഅം സമിഅത്തുൽ അദാൻ. ഹൽ സമിഅതു എന്നതിന് പകരം സമിഅത, സമിഅതൽ അദാന ഇങ്ങനെ വരും. ഇവിടെ യഖ്റഉ സാലിമുൽ ഖുർആൻ അല്ലേ? അപ്പൊ ഈ സാലിമിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു മന്ന് ചേർത്താൽ മതി. അപ്പൊ എന്ത് കൊടുക്കും? മൻ മൻ, ആരാണ് ഖുർആൻ ഓതുന്നത്? മൻ യഖ്റഉൽ, മൻ യഖ്റഉൽ ഖുർആന. ഓക്കെ, യഖ്റഉ സാലിമുൽ ഖുർആന എന്ന് ഉത്തരം പറയും. അപ്പൊ ഇതേപോലെ എന്ത് ഒരു മറുപടി കണ്ടാലും അതിന് പറ്റിയ ചോദ്യം ഉണ്ടാക്കാനും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം നമുക്ക് സെറ്റായി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കിട്ടാത്തതൊന്നുകൂടി നമ്മൾ ചെയ്തു നോക്കുക. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ചെയ്തു നോക്കുക കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ. ഇനി ഇതാണ് അതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ. ഇവിടെ ജവാബാണ് എഴുതേണ്ടത്. ഇവിടെ എന്താ എഴുതേണ്ടത്? മേലെ നിന്നെടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ നമ്മൾ ഇത് നോക്കരുത്, ഇത് തെറ്റാണ്, ഇതില്ല. താഴെയുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്സിഗാർ.